സദ്ഗുരു ശരണം. ഇന്നത്തെ ഗുരുവാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനലിൽ 35-ാം നമ്പറായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഗുരുവാണിയെ നോയ്സ് റിമൂവ് ചെയ്ത ഗുരുവാണിയാണ്. അപ്പോൾ കാണുക, കേൾക്കുക. സദ്ഗുരു ശരണം. അവനാണ് ഈ മഞ്ഞ് കെട്ടിയുടെ പുറത്ത് പോയി സാധാരണ നമ്മുടെ എഴുതിന്റെ വിഷയം. അപ്പൊ ആളുകളെ ധരിച്ചിരിക്കുന്നത് സന്യാസിക്കൊന്നും വേണ്ട, അവിടെ മലമുകളിൽ പോയി ഇരുന്നാൽ മതിയെന്ന്. ഇതങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈ തീർത്ഥരന്മാര് അതും രാജകൃത്യം അവര് ഇങ്ങനെ വലിയ ഒരിടം വളഞ്ഞിട്ട് എല്ലാം നട്ടുപിടിപ്പിച്ച് അതിനകത്ത് ഒപ്പിച്ച് കഴിയുന്ന ഒരു സമ്പ്രദായം ഉണ്ടാക്കുന്ന അതാണ്. അപ്പൊ ഇങ്ങനെ ഈ ഗുരുകൽപ്പം എന്ന് പറയുന്ന ആ കൽപ്പം പല വിധത്തിലുണ്ടാകും. അത് ആദ്യം ഭഗവത്ഗീത തുടങ്ങുന്നു എല്ലാവർക്കും. അങ്ങനെ തുടങ്ങി കാഞ്ഞിരത്തിലെ പൂവളത്തിലെ ആക്കില്ലോ. പിന്നീട് മരുന്ന് വർഗ്ഗങ്ങൾ കഷായം വെച്ച് അത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതെല്ലാം കൂടി കൂട്ടിക്കൊണ്ട് ഈ വിരച്ചരക്കുകളെല്ലാം കൂടി കുഴച്ച് എടുത്തിട്ട് അതിന് നഷ്ടത്തെ കഴിക്കാറുണ്ട്. ഇത് കഴിഞ്ഞ അവസാനം ഇതെല്ലാം കൂടി ഈ നവപാഷാണങ്ങളും ഇങ്ങനെ പാകപ്പെടുത്തി അത് ശുദ്ധി ചെയ്ത് എടുത്തിട്ട് ഇതാണ് ഗുരുകൽപ്പം എന്ന് പറയുന്നത്. ഇത് കഴിച്ചിട്ട് ഈ കാഞ്ഞിരത്ത് അത്രയും ചെല്ലുമ്പോ നമ്മുടെ ശരീരം ഈ രാത്രി കാലങ്ങളിൽ കണ്ടാൽ ചിലപ്പോ പ്രകാശം ഇങ്ങനെ ഇത് നമുക്ക് ആർക്കും. പക്ഷെ അതുകൊണ്ട് ദൈവജനാണ് നമ്മുടെ അഭ്യാസം. ഞാൻ ഓഫീസിൽ നിൽക്കുകയാണ്. ഞാൻ പബ്ബിയോട് പറഞ്ഞു, 1 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 1 ദിവസം രാവിലെ പക്ഷെ എനിക്ക് നോക്കിയാൽ അവിടെ ഈ സാധനം പലപ്പോഴും ഇവിടെ വരണം. ഈ ചർമ്മവാസത്തിലൂടെ വരുന്നത് ഇവിടെ കൊണ്ട് പറയണം. ഞാൻ ഇവിടെ വന്നോട്ടെ എന്നോട് ധീരങ്ങൾ തന്നെയാണ്. ചെപ്പോൾ പറഞ്ഞു നിങ്ങളെ വന്ന് പറയുന്നത് അത് വന്നപ്പോ അധികം അവർ ഞാൻ അവിടെയൊക്കെ നടന്മാരാണ്. അപ്പൊ ഞാൻ വയ്യാത്തൊരു കാര്യമുണ്ട്, അത് എങ്കിലും ഒന്ന് അല്പം ഒന്ന് പറഞ്ഞു. ഞാൻ അവിടെ കൊട്ടാരത്തിന്റെ പച്ചലപ്പോ എന്ന് പറയുന്നത് അല്ല, അവിടെ അത് വേറെ ഇവിടെ ഞാൻ പെൺതറ കിടന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെ കാണാൻ വേണ്ടി അപ്പൊ ആ മണക്കാട്ട് ഒരു സമാധി തോപ്പം പറഞ്ഞത് അവിടെ പോയി കിടക്കുന്ന ഒരു സൈക്കാട് വള്ളിയുണ്ട്. പിന്നെ വന്ന് കിടക്കുന്ന അജ്ഞാനത്തോളം ക്ഷേത്രത്തിന്റെ പോലീസ് കോട്ടയത്തിന്റെ അപ്പുറത്ത് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒന്നൊക്കെ ആരെങ്കിലും അത് പറയാൻ നിർത്തി പറയും. അങ്ങനെ അവിടെ അങ്ങനെ അവിടെ പോകുമ്പോഴേക്കും ഒരു മനസ്സില്ലാതെയാണ് അവിടെ പോകുന്നത്. ഇങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയാൻ വയ്യാണ്. ഞാൻ ആരുമായി നാട്ടിൽ ഇവിടെ വക്കരക്ക് വരുമ്പോഴ് ഒരു സോമശേഖരൻ പിന്നെ ബോട്ടിൽ പറഞ്ഞു എന്തെന്നാണ് എന്താണ് എനിക്കൊരു 10-20 വയസ്സ് എത്തുകയാണ്.
അവിടെ നമുക്ക് പറഞ്ഞു എന്തിന്റെ പോയിട്ടുണ്ടോ ഇത് പറഞ്ഞറിയാവുന്നത് അപ്പൊ പോയിട്ട് അതിന് ഇങ്ങോട്ട് പറയും അവിടെ കൊല്ലത്തൊരു നേരെ ലക്ഷ്യ കയറി ഇറങ്ങി അവിടെ വന്ന് അതിന് ഉച്ചയ്ക്ക് കയറുമ്പോൾ ഇങ്ങനെ ഒരു കുതിർക്കൽ ചക്രാവ് ഇത് ഞാൻ ആലോചിക്കാൻ മുകളിൽ കല്ല് പാകിയിരിക്കാൻ അതില് ഇങ്ങനെ ഒരു കുതിർക്കൽ ചക്ര അപ്പൊ ഏതാണ് നമ്മൾ അങ്ങോട്ട് കയറുന്ന എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയില്ല. വേറൊരു സ്ഥലമുണ്ട് നമ്മളെ വടക്കേ നടയിൽ നാലപ്പലത്തിൽ നിന്ന് വടക്കോട്ട് ഇറങ്ങുമല്ലോ. അപ്പൊ കിഴക്കേ അറ്റത്ത് മൂലയ്ക്കായിട്ട് ഒരു പ്രതിമ അങ്ങനെ ഇട്ട് ഇങ്ങനെ ഈ പെണ്ണ് എന്തോ കൊണ്ടുവന്ന അത് ഹനുമാനാണ് ആണോ? രാഷ്ട്രീയ അവിടെ ഇരിക്കുകയോ ഒന്നും വരില്ല. ഇത് ഞാൻ എന്താണെന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ വെറുതെ ഒരു രക്ഷിതാവ് നടക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും നടക്കുന്നത്. പക്ഷേ ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ വരുന്നത്. പിന്നെ പത്മനാഭനും കൊട്ടാരനും കണ്ടിട്ട് അവിടെ വരെ ചിന്തയാണ്. ഇതെന്റെ ഉള്ളിലുണ്ട്. അതിന്റെ ഒരു ചരിത്രം കയ്യിൽ ഉണ്ടാകും. ഈ കാര്യം ഇവര് വന്ന് പറഞ്ഞിട്ട് സന്തോഷമായിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ആ നാട് കഴിഞ്ഞ സമയത്ത് ഇത് കേൾക്കാൻ തോന്നിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത്രയും വളരെ ശക്തിയോടുകൂടി ഒരാൾ വന്നാൽ നമുക്ക് അതിനെ എടുത്ത് സാധിക്കില്ല. നമ്മളെ നമ്മുടെ ഈ ജീവിതം നമ്മുടെ ഇടത്തെ എനിക്കിന്ന് കഴിഞ്ഞില്ലേ നാളുള്ളതാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഇതിന്റെ അകത്തിരിക്കുന്ന ജീവന്റെ ആ മത്സമാണ് നമ്മളിത് കൂട്ടിച്ചുകൊണ്ടാണ്. അപ്പൊ ജീവൻ എന്താണെന്ന് അറിയാനുള്ള ധർമ്മഗതിയാണ് നോക്കാം. ആ ധർമ്മം നമ്മളുടെ കുഞ്ഞിലാണ്. അതാണ് ജനകന്റെ മകള് ഇത്രയും കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോ നമുക്ക് അതിശയം തോന്നും. അത് കഷ്ടപ്പെട്ടു. ആത്മീയമായ വിഷയം വരുമ്പോ ഇങ്ങനെ കഷ്ടപ്പാടുണ്ട്. നമ്മുടെ ചിന്തനെ ഉലർത്തിയെടുക്കുന്ന ഒരു പത്മഗതിയാണ്. അപ്പൊ ഇതിരിക്കുന്ന കാലത്തെ നമുക്ക് ലക്ഷ്യത അതിനാണ് നമുക്ക് വലുപ്പം. ഒരു 3 പേര് ആ വീട്ടിലായിരിക്കും. പിന്നെ ഇവനൊരു ചെറിയ കള്ളത്തിലുണ്ട്. പിന്നെ ഇവര് ഈ 5 പേര് അനുഭവം ആ വിധത്തിൽ ഇങ്ങനെ ഒരു അനുഭവമുള്ള ഒരു രംഗം ഞാൻ മുന്നോട്ട് പോയിട്ടാണ്. അന്ന്
ആഗമാനന്ദന്റെ ഒരു ജനത്തിലാണ് ജന്മപുത്രം. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ ഈ വിദ്യ ഞാൻ പഠിച്ചവരായതുകൊണ്ടാണ് ഇങ്ങനൊരു അറിവുണ്ടെങ്കിൽ സിദ്ധാന്തകൗമുദി ലഘു സിദ്ധാന്തകൗമുദി ഇങ്ങനെ വായിച്ചു വന്നപ്പോഴും ഒരു തരത്തിൽ ഞാൻ പറയുന്നു. ഇത് എനിക്ക് ചങ്ങനശ്ശേരി കത്തിച്ച വെളുക്കൽ കാണാത്ത ഞാൻ ബ്രഹ്മശോകം പ്രാക്ടീസ്. അപ്പൊ ഞാൻ എനിക്ക് ചോദിച്ചു ആഗമാനവും സ്വാമിയും ബ്രഹ്മസൂത്രം വാക്ക് നിങ്ങൾ പറഞ്ഞു. അല്ലാതെ ഇത് പുസ്തകശാല ശരിയായി അതെന്റെ ഒരനുഭവം. വിദ്യയും ധനവും ഒന്നും കാര്യമില്ല. ജീവന്റെ കവൻ ആ പൂർവജന്മാർജിതമായ കർമ്മമാണ്. ഈ കർമ്മമാണ് ഞാൻ അവിടെ ഭക്ഷണാരം കൊട്ടാരത്തിൽ കയറിയിട്ടില്ല. കൊട്ടാരത്തിന്റെ പടിഞ്ഞാറ് കഴിഞ്ഞ് ആളുകളുടെ കടയൊക്കെ ഇരിക്കുന്നത് കടയുടെ പുറത്തിരുന്നു. ഞാൻ കുറച്ചു നേരത്തേക്ക് ഈ നല്ല ക്ലാസ്സിൽ കേൾക്കാൻ വിചാരിച്ചു. അപ്പോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കുറെ അധിക നേരം അങ്ങനെയില്ല. അങ്ങ് വന്നൊക്കെ സന്തോഷിച്ചില്ല. പ്രത്യേകിച്ചും അമ്മയും കൊച്ചും കൂടി വന്നതുകൊണ്ട് വലിയ കാര്യം. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ പരമ്പര അവരെന്തെങ്കിലും വന്നാലും കാരണം ഗോത്രശുദ്ധി ഇതാണ് നമ്മൾ ഏറ്റവും വലിയ ഇത് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. നമ്മൾ ഇത് നമുക്ക് ഇത്ര ഇപ്പൊ പറയാൻ കഴിയുന്നുള്ളൂ. വേറെ ഒന്നും വിചാരിച്ചു ഒരു പഠിത്തത്തിൽ നമുക്ക് മനുഷ്യരെ ഉച്ചുകൊണ്ടിരുന്നാൽ കുറെ കഴിയുമ്പോൾ പിന്നെ പോകില്ല. ഇതിങ്ങനെ എല്ലാവർക്കും ഇപ്പൊ നമ്മളെ ഞാൻ പറഞ്ഞത് നൂതനന്റെ കാലമെന്ന് പറയുന്ന ആ കർമ്മഗതി ഇന്നാണ്. ഹരിയാണ്. ഹരിയുടെ ധർമ്മം എന്താണ്? ശുദ്ധനെ ബ്രഹ്മജ്ഞാനിയാക്കുക. എപ്പോഴും അത് അടിമതയല്ലോ വിലയല്ല. അത് എപ്പോഴും അറിഞ്ഞതല്ല. നമ്മുടെ ഈ ശുദ്രവർഗം എന്നുള്ളതാണ് ചെട്ടി ഇങ്ങനെയുള്ള ശുദ്രവർഗം. അപ്പൊ ആ ശൂദ്രവർഗത്തിന് ഇത് കിട്ടേണ്ട കാലം അതാണ് ഞാൻ പറഞ്ഞത്. 1 2 ചതുരയുഗോ അല്ല കഴിഞ്ഞിരുന്നു. 25 ചതുരയുഗം ഇങ്ങനെ കഴിഞ്ഞിരുന്നു. ത്രിമൂർത്തിക്ക് അപ്പുറത്തായിട്ട് നമ്മളൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ പരാശക്തി കഥ പറഞ്ഞ് നിർത്തും. അതിപ്പോ തന്നെ ജുലീന്റെ അടുത്ത് നമ്മൾ കണ്ടില്ലേ, അവിടെ ഈ 3 പേരും കുഞ്ഞുങ്ങളായിപ്പോയെന്നാണ് കാണുന്നത്. അപ്പൊ ആ പെണ്ണിന്റെ പാതിവൃത്യത്തെ പറ്റി നമ്മൾ എത്ര മാനിക്കണം? വൃത്തിയുടെ വെറും ഒരു ഭക്തി എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന് ഇത് അദ്ദേഹത്തിന് അത് കിട്ടിയപ്പ ആ വൃത്തിയുടെ സ്ഥാനം എന്താ? ഇതെടുത്ത് കുടഞ്ഞെന്നല്ലേ നമ്മൾ കേട്ടിരിക്കുന്നു. അപ്പൊ ഈ തുടങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലയരിയ വെള്ളം. അതുകൊണ്ട് ഈ ത്രിമൂർത്തികൾ കൊച്ചായിപ്പോയപ്പോ തിരിച്ചറിയാൻ വയ്യാതെ എടുത്തോണ്ട് പോയെന്നൊക്കെയല്ലേ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ആ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാകേണ്ടത് നമ്മൾ അവര് മറക്കണം. ഈ രാത്രി 12 മണിക്ക് ദേവേന്ദ്രനെ ഇരിക്കുന്നു. ദേവേന്ദ്രൻ എവിടെ നിന്ന് ശുദ്ധീകരിച്ചു?